ഹായ് ഫ്രണ്ട്സ്, അതെ, അരൂർ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടോൾ എടുക്കാതെ അരൂരിൽ നിന്നും എറണാകുളത്തേക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണമാണോ ദോഷമാണോ, പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം, പിന്നെ ഒരു 8ന്റെ പണി കിട്ടിയതും എല്ലാം കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ടോൾ ഒഴിവാക്കി പോകാനായിട്ട് നമ്മളിപ്പോൾ അരൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അരൂരിൽ നിന്ന് നമ്മളുള്ള പാലത്തേക്ക് അരൂർ കുമ്പളം പാലത്തേക്കാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അപ്പോൾ നമ്മൾ കുമ്പളം പാലം ഇറങ്ങി നേരെ കുമ്പളത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്കുള്ളൊരു വഴിയാണ് വരുന്നത്. അപ്പോൾ അധികം ദൂരമില്ല, നേരെ വേറെ ലെഫ്റ്റിലേക്കുള്ള വഴിയൊന്നുമില്ല, ആദ്യത്തെ ലെഫ്റ്റിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് കുമ്പളം ടോൾ പ്ലാസയിലേക്കുള്ള നേരെയുള്ള വഴി. പക്ഷെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കാണുന്ന ബേക്കറിയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് പോകുന്നു. നേരെ ചെല്ലുമ്പോൾ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ആണ് പോകുന്നത്. പിന്നെ തരക്കേടില്ലാത്ത ഒരു റോഡാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ ഇടക്കൊക്കെ പണിതരയിലുള്ള നല്ല റോഡാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ് സൈഡിൽ ഒരു അമ്പലം കാണാം. അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടൊരു പിള്ളേർ കളിക്കുന്ന ടർഫ് ഇവിടെ കാണാൻ പറ്റും. ആ ടർഫും കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിന്റെ പിന്നെ അറ്റത്തുള്ള ഈ സ്കൂളിന്റെ എൻഡില് മതിൽ കാണാമല്ലോ. അപ്പൊ മതിലിന്റെ കഴിയുമ്പോൾ തന്നെ റൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ വന്ന് അടുത്ത ലെഫ്റ്റ് എടുക്കുക. അവിടെ ആ റൈറ്റ് സൈഡിൽ ഒരു അമ്പലം കാണാം. അപ്പോൾ നേരെ കുറച്ച് കൂടി ഒരു 50 മീറ്റർ ഫ്രണ്ടിലേക്ക്, 50-60 മീറ്റർ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അടുത്തൊരു റൈഡിലേക്കുള്ളൊരു റോഡ് വരുന്നുണ്ട്. പിന്നെ ഇത് ലൊക്കേഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ റോഡിന്റെ കറക്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. പിന്നെ ഇതൊരു പോക്കൊരു ലാഭകരമാകുമോ എന്നുള്ളതൊക്കെ, പിന്നെ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ള കൂടിയുള്ള പേടിയാണ്. പിന്നെ ഇവിടെ ഒരു ഹമ്പുള്ളതെന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലാണ് ഹമ്പ് പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ നിറയെ ആളുകൾ പോവുകയാണെങ്കിൽ വണ്ടിയുടെ ബോഡി അടിയിലിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ 2 ഹമ്പുകളാണ് ഇവിടെ ഉള്ളത്. ആ ഹമ്പുകളൊക്കെ കഴിഞ്ഞ് നേരെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 8ന്റെ പണി. അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോയ ആ ഒരു ട്രാവലർ അവിടെ നിർത്തി. അപ്പോൾ നമുക്ക് ഗേറ്റട കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര നേരം ഇവിടെ ഗേറ്റട കിട്ടുമെന്ന് അറിയാനായിട്ട് ചെന്നപ്പോൾ തന്നെ ഒരു 10:59 നമ്മളവിടെ എത്തിയത്. അപ്പോൾ ഒരു പുള്ളി അവിടുത്തെ റെയിൽവേ മാസ്റ്ററിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ 6 മിനിറ്റ് കൊണ്ടൊക്കെ പോകാറുണ്ടെന്ന്. അതുപോലെ കറക്റ്റ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ പോയി. പക്ഷേ വേറൊരു ട്രെയിൻ പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ പിടിച്ചിടുകയായിരുന്നു. അതായത് കുമ്പളം റെയിൽവേ സ്റ്റേഷൻ അവിടെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ വേറെ ട്രെയിൻ ക്രോസിംഗ് ഉണ്ടായിരുന്നു. ആ ക്രോസിംഗുള്ള ട്രെയിനും പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ 11:16 അതായത് 17 മിനിറ്റ് നമ്മൾ അവിടെ പോസ്റ്റായി. ഈ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള റോഡെത്തും. അപ്പോൾ അതിൻ്റെ പാരലൽ റോഡിലേക്ക് ചെന്നാണ് കയറുന്നത്. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള വഴിയുണ്ട്. ഇത് 2 കിലോമീറ്റർ താഴെയാണ് അതിൻ്റെ ദൂരം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിവിടെ എത്താൻ സാധിക്കും, റെയിൽവേ ഗേറ്റ് ക്ലോസിങ് കിട്ടിയില്ലെങ്കിൽ. ഇതൊരു അർജന്റായിട്ട് പോകാൻ പറ്റിയ വഴിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അടുത്തൊരു വീഡിയോ ഈ റെയിൽവേ ഗേറ്റ് ഇല്ലാത്തൊരു വഴി കൂടി എങ്ങനെ ടോൾ ഗേറ്റ് കടന്നു പോകാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കൂടിയേക്കണേ. ഓക്കെ, ബൈ.